വേദിക് എഡ്യൂക്കേഷൻ. വേദങ്ങൾ എന്നറിയപ്പെടുന്ന പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ വേരൂന്നിയ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വൈദിക വിദ്യാഭ്യാസം സൂചിപ്പിക്കുന്നു. അത് ആത്മീയവും ധാർമ്മികവും ബൗദ്ധികവുമായ വികാസത്തെ സമന്വയിപ്പിക്കുന്ന പഠനത്തോടൊപ്പം സമഗ്രമായ സമീപനത്തെ ഉൾക്കൊള്ളുന്നു. വേദവിദ്യാഭ്യാസത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. തിരുവെഴുത്തുകളിൽ കേന്ദ്രീകരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. വിദ്യാർത്ഥികൾ വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദാംഗങ്ങൾ, കൂടാതെ തത്വചിന്ത, ഗണിതം എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ പഠിച്ചു. സമഗ്ര വികസനം, വാക്കാലുള്ള പാരമ്പര്യം, സംഭാഷണങ്ങളിലൂടെയും ചർച്ചയിലൂടെയും മനഃപ്പാഠമാക്കൽ, പാരായണം, അറിവ് പ്രധാനമായും അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പലപ്പോഴും നിസ്വാർത്ഥ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. വീട്ടുജോലികളിൽ സഹായിക്കുകയും വിവിധ ജോലികളിൽ അവരുടെ ഗുരുവിനെ സഹായിക്കുകയും ചെയ്തു. സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം സംസ്കൃതം പ്രബോധന ഭാഷയായും അറിവ് സംരക്ഷിക്കുന്നതിനും തലമുറയിലേക്ക് കൈമാറുന്നതിനും മാധ്യമമായി വർത്തിച്ചു. India involved different systems of education during the ancient period in accordance with the changing needs of the time. Being considered as a great gift of the past, education in ancient India can be studied under three main periods: Vedic period, Brahmanic period, Buddhist period. പുരാതന കാലഘട്ടത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വികസിപ്പിച്ച വിവിധ സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വേദകാലം ഹിന്ദുമതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളായ വേദങ്ങളുടെ പഠനത്തിനും പാരായണത്തിനും നൽകിയ പ്രാധാന്യം വേദകാലത്തിൻ്റെ സവിശേഷതയാണ്. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം പ്രാഥമികമായി വാക്കാലുള്ളതും മനഃപ്പാഠത്തിലും പാരായണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ബ്രാഹ്മണ കാലഘട്ടം ജാതി വ്യവസ്ഥയുടെ ഉദയം കണ്ടു. അത് വിദ്യാഭ്യാസത്തെ വളരെയധികം സ്വാധീനിച്ചു. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം പ്രാഥമികമായി ഉയർന്ന ജാതിക്കാർക്ക്, പ്രത്യേകിച്ച് ബ്രാഹ്മണർക്കായി സംവരണം ചെയ്തു. ബുദ്ധമതം ഇന്ത്യയിലെ പ്രധാന മതമായി ഉയർന്നു വന്നതിന് ബുദ്ധമത കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ബുദ്ധവിഹാരങ്ങൾ സന്യാസിമാർക്കും സാധാരണക്കാർക്കും വിദ്യാഭ്യാസം നൽകുന്ന പഠന കേന്ദ്രങ്ങളായി മാറി. The term Veda has been derived from the word Vid, which means the knowledge. Vid is supposed to have its origin in four roots: Vid Satyam, Vid Vidya Labhe, Vid Vicharam, Vid Gyane. പുരാതന ഇന്ത്യൻ സാഹിത്യത്തിലെ വേദം എന്ന പദം സംസ്കൃതത്തിൽ അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. വിദ് എന്നതിൻ്റെ ഉത്ഭവം 4 വേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ് സത്യം, വെളിപ്പെട്ട വേദഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്ന വേദങ്ങളിൽ സത്യത്തെക്കുറിച്ചുള്ള ഈ അറിവ് അടങ്ങിയിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. വിദ് വിദ്യാ ലഭേ, സമർപ്പിത പഠനത്തിലൂടെയും വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യം നേടിയെടുക്കുന്നതിലൂടെയും അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടുന്ന പ്രക്രിയയെ ഇത് സൂചിപ്പിക്കുന്നു. വിദ് വിചാരം, അറിവ് തേടുന്നതിൽ വിമർശനാത്മക ചിന്തയുടെയും ബൗദ്ധിക അന്വേഷണത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. പഠന വിഷയങ്ങളെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും ആഴത്തിൽ പരിശോധിക്കാനും ഇത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിദ് ഗ്യനെ, അറിവിൻ്റെ പരിവർത്തന വശത്തെ ഇത് ഊന്നി പറയുന്നു. അവിടെ അറിവ് സമ്പാദിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വികാസത്തിലേക്കും തന്നെയും ലോകത്തെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണയിലേക്കും നയിക്കുന്നു. Classification of Vedas. The Rigveda, the book of mantras, consists of 1017 hymns or suktas. ഋഗ്വേദം, മന്ത്രങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഇത് 1017 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ ശ്ലോകങ്ങൾ വേദങ്ങളിലെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു. അവ വളരെ അധികം കാവ്യാത്മകവും പ്രതീകാത്മകവുമായ ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. പുരാതന വൈദിക നാഗരികതയുടെ മതപരവും സാമൂഹികവുമായ ആചാരങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഇത് നൽകുന്നു. സാമവേദ, ദ ബുക്ക് ഓഫ് സോങ് മെലഡീസ്, ഓൾമോസ്റ്റ് ഡ്രോൺ ഫ്രം ഋഗ്വേദ. സാമവേദം എന്ന് പറയുന്നത് വൈദിക ആചാരങ്ങളിൽ ആലപിക്കപ്പെട്ട ഈണങ്ങളുടെയും കീർത്തനങ്ങളുടെയും ഒരു ശേഖരമാണ്. ഋഗ്വേദ ശ്ലോകങ്ങൾ വായിക്കുന്നതിനുള്ള ശരിയായ സ്വരങ്ങൾ, പിച്ചുകൾ, താളങ്ങൾ എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ സാമവേദം നൽകുന്നു. യജുർവേദ, the book of ritual, guide book for the priest who executes sacrificial acts, യജ്ഞ. ആചാരങ്ങളുടെ പുസ്തകം യജുർവേദം. യജുർവേദം എന്നറിയപ്പെടുന്ന ഇത് യാഗങ്ങളുടെയും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന പുരോഹിതന്മാർക്ക് ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു. വേദകാലത്തെ മതപരമായ ആചാരങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു നിർണായക ഗ്രന്ഥമാണ്. യാഗങ്ങൾ, പ്രാർത്ഥനകൾ, കീർത്തനകൾ എന്നിവയുൾപ്പെടെ വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള
വിശദമായ നിർദ്ദേശങ്ങളും വിശദീകരണങ്ങളും യജുർവേദം നൽകുന്നു. അഥർവവേദ, ദ ബുക്ക് ഓഫ് സ്പീഡ്, കൺസിസ്റ്റ് ഓഫ് സ്പെൽസ്, ചാംസ് prevalent in its time. അഥർവവേദം ഉള്ളടക്കത്തിലും ശൈലിയിലും മറ്റ് 3 വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അഥർവവേദം മരുന്ന്, മാന്ത്രികത, അമാനുഷിക ശക്തികൾക്കെതിരായ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രാചീന വൈദിക സമൂഹത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് ഇത് അഭിസംബോധന ചെയ്യുന്നു. Salient features of Vedic system of education. The ancient Indian culture emerged from the Vedas as they were the main sources of Indian philosophy of life. ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായ വേദങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പുരാതന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വേദവിദ്യാഭ്യാസം സൂചിപ്പിക്കുന്നത്. വേദങ്ങളിൽ ഇന്ത്യൻ തത്വചിന്തയുടെയും ആത്മീയതയുടെയും അടിസ്ഥാനം രൂപപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ, ആചാരങ്ങൾ, തത്വചിന്താപരമായ പഠിപ്പിക്കലുകൾ എന്നിവ ഉൾപ്പെടുന്നു. The attitude of people towards life was intellectual and spiritual rather than materialistic. Their objective was to attain salvation through education and through religious education. വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം അറിവിൻ്റെ അന്വേഷണത്തിലൂടെ ആത്മീയ പ്രബുദ്ധതയും മോക്ഷവും നേടുക എന്നതായിരുന്നു. ദൈവികതയുമായി ബന്ധപ്പെടാനും അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനുമുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം. Indian cultures are charged with religious feelings and it was assigned prominent place in the field of education. വേദവിദ്യാഭ്യാസത്തിൽ ജീവിതത്തോടുള്ള മനോഭാവം ഭൗതികതയേക്കാൾ ബൗദ്ധികവും ആത്മീയവുമായിരുന്നു. സ്വയം, പ്രപഞ്ചം, ആത്യന്തിക യാഥാർത്ഥ്യം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വികസിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ. വിനയം, അച്ചടക്കം, ഭക്തി തുടങ്ങിയ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. The discipline of Brahmacharya was compulsory for all. Education helped in the observance of celibacy, control over senses and purity of life. എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായി കണക്കാക്കപ്പെട്ടിരുന്ന ബ്രഹ്മചര്യവും ആത്മനിയന്ത്രണവും വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു. ജീവിതത്തിൻ്റെ വിശുദ്ധി, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, ഏകാഗ്രവും അച്ചടക്കമുള്ളതുമായ മനസ്സിൻ്റെ വികസനം എന്നിവ വളർത്തിയെടുക്കാൻ ഈ അച്ചടക്കം ലക്ഷ്യമിട്ടു. To serve the preceptor was considered as the sacred duty by the pupil. Being a residential pupil, he was looking to the confines of the Guru. In thought, speech and deed, he pledged devotion to his Guru. ഗുരുവിനോടുള്ള വിദ്യാർത്ഥിയുടെ ഭക്തി ശാരീരിക സേവനത്തിൽ ഒതുങ്ങാതെ അവരുടെ ചിന്തകളിലും സംസാരത്തിലും പ്രവൃത്തിയിലും വ്യാപിച്ചു. വിജ്ഞാനത്തിൻ്റെ ആത്മീയ മാർഗനിർദ്ദേശത്തിൻ്റെയും കാര്യങ്ങളിൽ ഗുരുവിനെ ആധികാരികമായി കണക്കാക്കിക്കൊണ്ട് വിദ്യാർത്ഥി തൻ്റെ ഗുരുവിനോട് അചഞ്ചലമായ വിശ്വസ്തതയും ആദരവും കാണിച്ചിരുന്നു. ഈ ഭക്തി വിദ്യാർത്ഥിയിൽ ആഴത്തിലുള്ള ആദരവും വിനയവും വളർത്തി പഠനത്തിന് സ്വീകാര്യവും തുറന്നതുമായ ഒരു മാനസികാവസ്ഥ അനുവദിച്ചു. പാഠ്യപദ്ധതിയിൽ മതപരവും ആത്മീയവുമായ പഠിപ്പിക്കലുകൾ മാത്രമല്ല, ഗണിതം, ജ്യോതിശാസ്ത്രം, വ്യാകരണം, തത്വചിന്ത എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. കൂടാതെ വൈദിക വിദ്യാഭ്യാസം വ്യക്തിഗതമാക്കുകയും വ്യക്തിഗത വിദ്യാർത്ഥികളുടെ കഴിവുകൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായി രൂപപ്പെടുത്തുകയും ചെയ്തു. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ അഭിരുചി വിലയിരുത്തുകയും അതനുസരിച്ച് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. The practical aspect of life was not lost of sight. Side by side with art, literature and philosophy, students were getting working knowledge in agriculture and other vocations of life. പുരാതന ഇന്ത്യയിൽ കല, സാഹിത്യം, തത്വചിന്ത എന്നിവയ്ക്ക് പുറമെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ ശക്തമായ ഊന്നൽ നൽകി. കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ വിദ്യാർത്ഥിയുടെയും തനതായ ശക്തിയും ദൗർബല്യവും കണക്കിലെടുത്ത് വ്യക്തിഗത ആവശ്യങ്ങളും കഴിവുകളും നിറവേറ്റുന്നതിനാണ് അധ്യാപന രീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. Individual was the teaching unit and all-round development of the child's personality was the chief aim of education. The method of teaching was psychological in nature.
വൈദിക വിദ്യാഭ്യാസം അക്കാഡമിക് വിഷയങ്ങൾക്ക് മാത്രമല്ല പ്രായോഗിക വൈദഗ്ധ്യവും തൊഴിൽ പരിശീലനവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. കലാ സാഹിത്യത്തിന് പുറമെ കൃഷി, വ്യാപാരം, കരകൗശലം തുടങ്ങിയ മേഖലകളിൽ തൊഴിലധിഷ്ഠിത പരിശീലനത്തിന് ഊന്നൽ നൽകി. വേദവിദ്യാഭ്യാസത്തിൽ പ്രധാന തത്വങ്ങളിലൊന്ന് അധ്യാപന യൂണിറ്റായി വ്യക്തി എന്ന ആശയം ആയിരുന്നു. വൈദിക വിദ്യാഭ്യാസം വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളുടെ പരസ്പര ബന്ധവും തിരിച്ചറിഞ്ഞു. വിവിധ വിഷയങ്ങൾ പഠിച്ച് ലോകത്തെ സമഗ്രമായി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ശ്രവണ, മനന, നിധ്യാസന. ശ്രവണ is listening to words, text as they are uttered by the teacher. ശ്രവണ കേൾക്കുന്നു. ഗുരുവിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും ശ്രവിക്കുന്നതിനെയാണ് ശ്രവണ സൂചിപ്പിക്കുന്നത്. ഈ രീതിയിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് അറിവ് വാമൊഴിയായി കൈമാറും. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ അത് കേൾക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നു. മനന ഇസ് എ പ്രോസസ് ഓഫ് ഡെലിബറേഷൻ ഓർ റിഫ്ലക്ഷൻ ഓഫ് ദ ടോപ്പിക് ടോട്ട്. മനന ശ്രവണത്തിലൂടെ അറിവ് പകർന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ആലോചനയിൽ ഏർപ്പെടും. അത് പഠിപ്പിക്കലുകളുടെ ആഴത്തിലുള്ള പ്രതിഫലനവും ധ്യാനവും ഉൾക്കൊള്ളുന്നു. വിദ്യാർത്ഥി അറിവ് ആന്തരികമാക്കുകയും അതിൻ്റെ അർത്ഥങ്ങളും പ്രത്യാഖ്യാതങ്ങളും വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. വിഷയവുമായ ആഴത്തിലുള്ള ധാരണയും വളർത്തിയെടുക്കുന്നു. നിധിധ്യാസന റെപ്രസെൻറ്റ്സ് ദ ഹയസ്റ്റ് സ്റ്റേജ്. ധ്യാനം ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും നേടിയ അറിവിൻ്റെ തീവ്രമായ ധ്യാനവും അതിൽ ഉൾപ്പെടുന്നു. വിദ്യാർത്ഥി അഗാധമായ ഏകാഗ്രതയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. അത് പഠിപ്പിക്കലുകൾ അവരുടെ ബോധത്തിൽ രൂഢമൂലമാക്കാൻ അനുവദിക്കുന്നു. ഇൻഡിവിജ്വൽ ടീച്ചിങ്. Pupils were taught individually, not in masses by the class methods. Role of teacher. Teacher influenced the learner through his life model. അധ്യാപകന്റെ പങ്ക് ബഹുമാനിക്കപ്പെടുകയും വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി കണക്കാക്കുകയും ചെയ്യുന്നു. ആത്മീയ പിതാവ്. അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു ആത്മീയ പിതാവായി കണക്കാക്കപ്പെടുന്നു. അറിവ് മാത്രമല്ല ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ നിർദ്ദേശങ്ങളും നൽകുന്നതിന് അവർ ഉത്തരവാദി ആയിരുന്നു. Teacher was considered as the spiritual father of the students. Teacher are higher calibers. വൈദിക വിദ്യാഭ്യാസത്തിലെ അധ്യാപകരെ ഉയർന്ന നിലവാരമുള്ളവരായി കണക്കാക്കി. തത്വചിന്ത, ഗ്രന്ഥങ്ങൾ, കലകൾ, ശാസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വിപുലമായ അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. ടീച്ചർ possessed ഹൈ മോറൽ ക്യാരക്ടർ. അധ്യാപകന് ഉയർന്ന ധാർമ്മിക സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവർ പഠിപ്പിച്ച ഗുണങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ അവർ നിർബന്ധിതരായിരുന്നു. അധ്യാപകർ തങ്ങൾ പ്രസംഗിച്ച കാര്യങ്ങൾ പരിശീലിക്കുകയും വ്യക്തികൾക്ക് മാതൃകയായി പ്രവർത്തിക്കുകയും ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് മാതൃകയായി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ഇതിനർത്ഥം. വേദവിദ്യാഭ്യാസത്തിലെ അധ്യാപകർ ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗതമായ മാർഗനിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളിലേക്ക് വിജ്ഞാനം കൈമാറുക എന്നതായിരുന്നു അധ്യാപകന്റെ പ്രാഥമിക ചുമതല. പഠനാന്തരീക്ഷത്തിൽ അച്ചടക്കവും ക്രമവും നിലനിർത്താൻ അധ്യാപകൻ നിർണായകമായ പങ്കുവഹിച്ചു. ഡിസിപ്ലിൻ ഇൻ വേദിക് പീരീഡ്. സ്റ്റുഡൻസ് were promoted to maintain self-discipline through life. സ്വയം അച്ചടക്കത്തിന്റെ പ്രോത്സാഹനം. വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ സമയത്ത് മാത്രമല്ല ജീവിതത്തിലുടനീളം സ്വയം അച്ചടക്കം വളർത്തിയെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ആത്മനിയന്ത്രണം, ഉത്തരവാദിത്തം, ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കൽ തുടങ്ങിയ ഗുണങ്ങൾ വികസിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പണിഷ്മെന്റ് were given for indiscipline. അച്ചടക്കമില്ലായ്മയ്ക്കുള്ള ശിക്ഷകൾ നൽകിയിരുന്നു. അച്ചടക്കം പാലിക്കുന്നതിനായി അച്ചടക്കരാഹിത്യ പ്രവർത്തനങ്ങൾക്ക് നല്ല ശിക്ഷകൾ നൽകപ്പെട്ടു. ഈ ശിക്ഷകളുടെ തീവ്രതയിൽ വ്യത്യാസപ്പെട്ടിരുന്നു. വിനാശകരമായ പെരുമാറ്റത്തെ നിരുത്സാഹപ്പെടുത്തുകയും അധികാരത്തോടുള്ള ഉത്തരവാദിത്വ ബോധം ബഹുമാനവും പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഷെഡ്യൂൾ were maintain conflicts and indiscipline. വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനും അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള പ്രത്യേക സമയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഘടനാപരമായ ദിനചര്യ പിന്തുടർന്നിരുന്നു. ഷെഡ്യൂൾ പാലിക്കുന്നത് സമയ മാനേജ്മെൻറ്റിനും കൃത്യനിഷ്ഠതയുടെയും പ്രാധാന്യത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. കമ്പൽസറി ബ്രഹ്മചര്യ. നിർബന്ധിത ബ്രഹ്മചര്യത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും കാലഘട്ടമായി ബ്രഹ്മചര്യം വേദവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബൗദ്ധികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു.
Curriculum of Vedic education. Vedas and Vedic literature, which included Vedic grammar, rhetoric, logic, astrology, astronomy, spiritual and moral education, knowledge of snakes and devas, theology and Puranas, dharma, meditation, professional or technical subjects, arts and craft, physical education, including dance and music, recreation and creation of fragrances, Vedangas. വർണ്ണ സിസ്റ്റം ഓഫ് വേദിക് പീരീഡ്. വർണ്ണ സമ്പ്രദായം സമൂഹത്തെ 4 പ്രധാന വർഗങ്ങളായി വിഭജിച്ചു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ വേദങ്ങൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കുകയും കൈമാറുകയും ചെയ്ത പുരോഹിതന്മാരും പണ്ഡിതന്മാരും ആയിരുന്നു. ബ്രാഹ്മണർ മതപരമായ ആചാരങ്ങൾ ചടങ്ങുകൾ നടത്തി സമൂഹത്തിന് ആത്മീയ മാർഗനിർദ്ദേശം നൽകി. ക്ഷത്രിയർ രാജ്യം സംരക്ഷിക്കാനും സൈന്യങ്ങളെ നയിക്കാനും നീതി ഉയർത്തിപ്പിടിക്കാനും പ്രതീക്ഷിച്ചിരുന്ന ഭരണാധികാരികളും യോദ്ധാക്കളും ആയിരുന്നു. വൈശ്യർ വാണിജ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കർഷകർ, വ്യാപാരികൾ എന്നിവരായിരുന്നു. ശൂദ്രർ ജോലി ചെയ്യുന്നവരും. അവർ ഏറ്റവും താഴ്ന്ന വർണ്ണമായി കണക്കാക്കപ്പെട്ടു. മറ്റ് 3 വർണ്ണങ്ങളെ സേവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ശൂദ്രർ പ്രപഞ്ചജീവിയുടെ പാദങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതായി വിശ്വസിക്കപ്പെടുന്നു. വർണ്ണസമ്പ്രദായം തൊഴിലിനെയും ജനനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും വ്യക്തികൾ അവരുടെ വർണ്ണത്തിന് നൽകിയിട്ടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കണം എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. വേദിക് സെറിമണീസ്. വിദ്യാരംഭ സംസ്കാരം. ഒരു കുട്ടിക്ക് ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഔപചാരിക പഠനം ആരംഭിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇത് നടപ്പിലാകുന്നത്. ചടങ്ങിൽ കുട്ടിക്ക് അക്ഷരങ്ങളും അക്കങ്ങളും പരിചയപ്പെടുത്തുന്നു. പുരോഹിതൻ കുട്ടിയുടെ നാവിൽ ഓം എന്ന വിശുദ്ധ അക്ഷരം എഴുതുന്നു. ഉപനയന സംസ്കാരം. 8നും 12നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കായി നടത്തപ്പെടുന്നു. ചടങ്ങിനിടെ കുട്ടി വേദപഠനത്തിൽ ഏർപ്പെടുകയും യജ്ഞോപവീതം എന്നറിയപ്പെടുന്ന പവിത്രമായ പൂനൂൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, മേധജ്ഞാനം. കുട്ടിക്ക് അവരുടെ ബൗദ്ധിക വളർച്ചയ്ക്ക് ദേവതകളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നു. കൂടാതെ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കാനുള്ള അറിവ്, വിമർശനാത്മക ചിന്ത, ജ്ഞാനം എന്നിവയ്ക്കുള്ള ഒരു ദാഹം വളർത്തിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഉത്സർജൻ സെറിമണി. പ്രൈമറി സ്കൂൾ, സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നത് പോലുള്ള ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തിലാണ് ഇത് സാധാരണയായി നടത്തുന്നത്. ചടങ്ങിൽ വിദ്യാർത്ഥിയെ അവരുടെ നേട്ടങ്ങൾ ആദരിക്കുകയും അവർ നേടിയ അറിവ് പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വേദാരംഭ. ഉപനയന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. ചടങ്ങിൽ കുട്ടി യോഗ്യനായ ഒരു അധ്യാപകന്റെ മാർഗനിർദ്ദേശപ്രകാരം വേദഗ്രന്ഥങ്ങളുടെ പാരായണവും പഠനവും ആരംഭിക്കുന്നു. വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പവിത്രമായ അറിവുകൾ പഠിക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വേദാരംഭ ഊന്നിപ്പറയുന്നു. സമാവർത്തന. ഇത് പലപ്പോഴും വേദപഠനത്തിൻ്റെ പൂർത്തീകരണം ആകുമ്പോഴോ വിപുലമായ ആത്മീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമാവർത്തന ചടങ്ങിൽ വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ഭാവിയിലേക്ക് അവരുടെ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുന്നു. ചടങ്ങ് വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ യാത്രയുടെ സമാപനം അടയാളപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവരെ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഉപനയൻ സംസ്കാര. What is the first stage of celibacy of student life? Upanayan Sanskar was the first stage of the starting point for entering into the student life. The etymological meaning of Upanayan is to take 1 year, that is taking a child to the preceptor for education. ഒരു കുട്ടിയുടെ വിദ്യാർത്ഥി ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഒരു ഹൈന്ദവ ആചാരമാണ് ഉപനയന ചടങ്ങ് എന്ന് അറിയപ്പെടുന്ന ഉപനയൻ സംസ്കാരം. ഉപനയൻ എന്ന പദം സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം ഒരാളെ അടുപ്പിക്കുക എന്നാണ്.
വിദ്യാഭ്യാസത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഒരു കുട്ടിയെ ആചാര്യൻ്റെയോ ഗുരുവിൻ്റെയോ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ ചടങ്ങ് സാധാരണയായി ആൺകുട്ടികൾക്കായി നടത്തപ്പെടുന്നു. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്കും ഇത് നിരീക്ഷിക്കപ്പെടുന്നു. യജ്ഞോപവീതം എന്ന പൂണ്ണൂൽ ധരിക്കുക, ഗായത്രി മന്ത്രം പഠിക്കുക, വിവിധ പ്രാർത്ഥനകളും വഴിപാട് നടത്തുക തുടങ്ങിയ ആചാരങ്ങൾ ഇതിൽ പെടുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥിയുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഗുരുവിന്റെ പങ്കും ഊന്നിപ്പറയുന്ന സാംസ്കാരികവും മതപരവും വിദ്യാഭ്യാസപരവും ആയ വലിയ പ്രാധാന്യമുള്ളതാണ് ഉപനയൻ സംസ്കാരം. Name any 3 immediate and 2 ultimate aims of Vedic education. The 3 immediate aims are physical development, mental or intellectual development, moral or spiritual development. The 2 ultimate aims are realization of self, attainment of nirvana. മനുഷ്യജീവിതത്തിൻ്റെ 3 അടിയന്തര ലക്ഷ്യങ്ങളെ ഇനി പറയുന്ന രീതിയിൽ സംഗ്രഹിക്കാം. ശാരീരിക വികസനം, ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുക. ശാരീരിക വളർച്ചയിൽ വ്യായാമം, ശരിയായ പോഷകാഹാരം, ഒരാളുടെ ശാരീരിക രൂപം പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. മാനസികമോ ബൗദ്ധികമോ ആയ വികസനം, മെൻ്റൽ ഓർ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഈ ലക്ഷ്യം അറിവ്, ജ്ഞാനം, ബൗദ്ധിക കഴിവുകൾ എന്നിവയുടെ സംസ്കരണത്തിന് ഊന്നൽ നൽകുന്നു. വിദ്യാഭ്യാസം, വൈദഗ്ധ്യവും നേടിയെടുക്കൽ, വായന, എഴുത്ത്, വിമർശനാത്മക ചിന്ത എന്നിവ പോലുള്ള ബൗദ്ധിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മാനസിക വികസനം, വൈകാരിക ബുദ്ധി, സ്വയം അവബോധം, വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് ഇതിൽ ഉൾപ്പെടുന്നു. ധാർമ്മികവും ആത്മീയവുമായ വികസനം, ഈ ലക്ഷ്യം ധാർമ്മിക മൂല്യങ്ങൾ, ധാർമ്മിക ഗുണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമഗ്രത, അനുകമ്പ, സഹാനുഭൂതി, മറ്റുള്ളവരുടെ ആദരവ് എന്നിവയുടെ ശക്തമായ ബോധം വളർത്തിയെടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ആത്മീയ വികാസത്തിൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ആന്തരിക സമാധാനവും ഐക്യവും തേടുക, ഉയർന്ന ശക്തിയുടെയോ ദൈവിക സ്രോതസ്സുമായോ ബന്ധപ്പെടൽ എന്നിവ ഉൾപ്പെടുന്നു. The 2 ultimate aims are റിയലൈസേഷൻ ഓഫ് സെൽഫ്, സ്വയം സാക്ഷാത്കരിക്കൽ, അഹങ്കാരത്തിൻ്റെ പരിമിതികളെ മറികടക്കുന്നതും തൻ്റെ ശാശ്വതവും മാറ്റമില്ലാത്ത വശങ്ങളെ തിരിച്ചറിയുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം സ്വയം അവബോധത്തിലേക്കും സ്വയം സ്വീകാര്യതയിലേക്കും ആന്തരിക പൂർത്തീകരണത്തിൻ്റെ ആഴത്തിലുള്ള ബോധത്തിലേക്കും നയിക്കുന്നു. അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ, മോക്ഷം, നിർവാണം അല്ലെങ്കിൽ മോക്ഷം വൈദിക തത്വശാസ്ത്രമനുസരിച്ച് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്. ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം, ആത്മീയ ജ്ഞാനം നേടൽ. നിർവാണം എന്നത് പരമമായ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്, ദൈവവുമായുള്ള ഐക്യം, എല്ലാ കഷ്ടപ്പാടുകളുടെയും വിരാമം. ഇത് ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യവുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. Vedic education had an idealistic basis wherein stress was laid on spirituality, character building, development of healthy society, and above all, development of total personality. It stressed upon the following main aims: physical development, mental development, development of moral and spiritual faculties. ധാർമ്മിക തത്വങ്ങളും സദ്ഗുണങ്ങളും നീതിനിഷ്ഠമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ആത്മീയ അവബോധവും ധാരണയും വളർത്തിയെടുക്കുന്നതിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും പഠനം ഒരു പ്രധാന പങ്കുവഹിച്ചു. ഡെവലപ്മെൻറ്റ് ഓഫ് സിവിക് ആൻഡ് കൾച്ചറൽ വാല്യൂസ്, നാഗരികവും സാംസ്കാരികവുമായ മൂല്യങ്ങളുടെ വികസനം, സാമൂഹിക മാനദണ്ഡങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയെ ബഹുമാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ പഠിപ്പിച്ചു. സംഗീതം, നൃത്തം, കല, സാഹിത്യം എന്നിവയുൾപ്പെടെയുള്ള സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും സമൂഹത്തെയും പൈതൃകത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ പ്രാധാന്യം നൽകി. ഡെവലപ്മെൻറ്റ് ഓഫ് ഒക്കേഷണൽ എഫിഷ്യൻസി, വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപ്പര്യങ്ങളെയും അഭിരുചികളെയും അടിസ്ഥാനമാക്കി വിവിധ കരകൗശലങ്ങൾ, വ്യാപാരങ്ങൾ, തൊഴിലുകൾ എന്നിവയിൽ പരിശീലനം നൽകി അവരുടെ ഭാവി തൊഴിലുകൾക്ക് അവരെ സജ്ജമാക്കി. സബ്ലിമേഷൻ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റീവ് ടെൻഡൻസീസ്, സഹജമായ പ്രവണതകളുടെ
സഹജമായ പ്രവണതകൾ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, അഭിനിവേശങ്ങൾ എന്നിവ പോലുള്ള സഹജമായ പ്രവണതകളെ ഇല്ലാതാക്കുന്നതിനും വേദവിദ്യാഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആത്മനിയന്ത്രണം, അച്ചടക്കം, നിഷേധാത്മക പ്രവണതകളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവ വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ, സമഗ്രത, സത്യസന്ധത, അനുകമ്പ, വിനയം തുടങ്ങിയ ഗുണങ്ങൾ പരിപോഷിപ്പിക്കാനാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. ശക്തമായ ധാർമ്മിക സ്വഭാവം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. These aims could be categorized as immediate and ultimate. Immediate aims would help in preparing different castes and classes of people for the varied role in this world, while ultimate aim would help them realize the truth and achieve salvation. ഈ ലക്ഷ്യങ്ങളെ ഇമ്മീഡിയറ്റ് ആൻഡ് അൾട്ടിമേറ്റ് എയിം എന്ന് തിരിച്ചിരിക്കുന്നു. വിവിധ ജാതികളിൽ നിന്നും വർഗങ്ങളിൽ നിന്നുമുള്ള വ്യക്തികളെ അവരുടെ പ്രത്യേക റോളുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കുമായി ലോകത്തെ സജ്ജമാക്കുന്നതിലാണ് ഇത് ലക്ഷ്യമിടുന്നത്. തൊഴിലധിഷ്ഠിത പരിശീലനവും പ്രായോഗിക വൈദഗ്ധ്യവും നേടിയെടുക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. മറുവശത്ത് ആത്യന്തിക ലക്ഷ്യങ്ങൾ വ്യക്തികളെ സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കും മോക്ഷത്തിലേക്കും ആത്മീയ വിമോചനത്തിലേക്കും നയിക്കാൻ ലക്ഷ്യമിടുന്നു. മൊത്തത്തിൽ വേദവിദ്യാഭ്യാസം ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവുമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന പഠനത്തിനും വ്യക്തിഗത വളർച്ചയ്ക്ക് സമഗ്രമായ സമീപനം നൽകാൻ ശ്രമിച്ചു. What are the 4 major subjects which were being taught in Vedic literature? What do you mean by Vedanga? These subjects were geometry, logic, astronomy and literature. Vedanga means the sum total of all the subjects taught and included the study of Shiksha, Kalpa, Jyotisha and Vyakarana in addition to other academic subjects. വൈദിക സാഹിത്യത്തിൽ 4 ആധുനിക വിഷയങ്ങൾ ജോമെട്രി, ലോജിക്, ജ്യോതിഷം, സാഹിത്യത കൂടാതെ ശിക്ഷ എന്ന് പറയുന്നത് വേദശ്ലോകങ്ങളുടെ സ്വരസൂചകവും ഉച്ചാരണവും കൈകാര്യം ചെയ്യുന്നു. വേദവാക്യങ്ങളുടെ ശരിയായ ജപത്തിലും പാരായണത്തിലും അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൽപ്പ എന്ന് പറയുന്നത് ആചാരങ്ങൾ, ചടങ്ങുകൾ, വൈദിക യാഗങ്ങളുടെ ശരിയായ പ്രകടനം എന്നിവയെക്കുറിച്ചുള്ള പഠനം കൽപ്പയിൽ ഉൾപ്പെടുത്തുന്നു. ആചാരങ്ങൾ, നടപടിക്രമങ്ങൾ, മതപരമായ ചടങ്ങുകളുടെ ശരിയായ നടത്തിപ്പ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇതിൽ ഉൾപ്പെടുന്നു. Define Yajna. Tending of sacred fire was called Yajna. It was one of the sacred duties of a student to fetch wood from the surroundings of the ashram and use it as fuel for the sacred fire. Worship of this sacred fire was compulsory for all. വേദയുഗത്തിൽ പവിത്രമായ അഗ്നിയെ പരിപാലിക്കുന്നത് യജ്ഞം എന്നാണ് അറിയപ്പെടുന്നത്. ആശ്രമത്തിൻ്റെ ചുറ്റുപാട് നിന്ന് വിറക് കൊണ്ടുവരുന്നതും പവിത്രമായ അഗ്നിക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്നതും ഒരു വിദ്യാർത്ഥിയുടെ പവിത്രമായ കടമകളിൽ ഒന്നാണെന്ന് കണക്കാക്കപ്പെടുന്നു. വൈദിക സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് നിർബന്ധമായിരുന്നു. അഗ്നിയുടെ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സ്വയം ശുദ്ധീകരിക്കാനും ദൈവിക അനുഗ്രഹങ്ങൾ നേടാനും പ്രാപഞ്ചിക ശക്തികളുമായി ഐക്യം നിലനിർത്താനും കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പവിത്രമായ അഗ്നിക്ക് ചുറ്റും നടത്തിയ ആചാരങ്ങളിൽ വിവിധ വഴിപാടുകൾ, ഗാനങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ ആചാരങ്ങൾ ദൈവങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. യജ്ഞം എന്നറിയപ്പെടുന്ന പവിത്രമായ ഈ ചടങ്ങ് അഗ്നിയെ പരിപാലിക്കുക എന്നത് വേദയുഗത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന കടമയാണ്. Why was the teacher of Vedic age called Sada Brahmachari? Because he never married throughout his life. The person who possessed both materialistic as well as spiritualist knowledge was regarded as Acharya, and when he attained a perfect union with the Brahma, he became a Brahmachari. ഒരു ആചാര്യൻ ബ്രഹ്മ എന്നറിയപ്പെടുന്ന ദൈവവുമായി തികഞ്ഞ ഐക്യം നേടുമ്പോൾ അദ്ദേഹത്തെ ബ്രഹ്മചാരി എന്ന് വിളിക്കുന്നു. ബ്രഹ്മചാരി അല്ലെങ്കിൽ അവിവാഹിത ജീവിതം നയിക്കുകയും ആത്മീയ കാര്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ സൂചിപ്പിക്കുന്നു. വിവാഹം ഉൾപ്പെടെ ലൗകിക
ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ഒരു ബ്രഹ്മചാരിക്ക് ആത്മീയ ആചാരങ്ങളിലും ആത്മീയ സാക്ഷാത്കാരത്തിനുമുള്ള അന്വേഷണത്തിനും പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ദൈവവുമായി ഒരു സമ്പൂർണ്ണ ഐക്യം നേടി ഒരു ബ്രഹ്മചാരിയായി അറിയപ്പെടുകയും അവരുടെ ജീവിതം ആത്മീയ കാര്യങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ആചാര്യനെ വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യം നേടുകയും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ഒരു പണ്ഡിതനായ അധ്യാപകനോ വഴികാട്ടിയോ ആയി കണക്കാക്കപ്പെടുന്നു. Define cultural preservation as an aim of Vedic education. Education is the chief means of social and cultural continuity. Knowledge and skills are to be transmitted to the succeeding generations through the medium of school. Thus, the cultural heritage gets preserved in the coming generation. സാംസ്കാരിക സംരക്ഷണം വേദവിദ്യാഭ്യാസത്തിലെ ലക്ഷ്യമെന്ന നിലയിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാംസ്കാരിക പൈതൃകത്തിൻ്റെ തുടർച്ചയും കൈമാറ്റവും ഉറപ്പാക്കാനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. വൈദിക കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അറിവും സംരക്ഷിക്കുന്നതിൽ വിദ്യാഭ്യാസം നിർണായക പങ്കുവഹിച്ചു. വാക്കാലുള്ള പ്രക്ഷേപണ പ്രക്രിയയിലൂടെ വൈദിക വിദ്യാഭ്യാസ സമ്പ്രദായം പണ്ഡിതരായ അധ്യാപകരിൽ നിന്ന് അവരുടെ വിദ്യാർത്ഥികളിലേക്ക് സാംസ്കാരിക ജ്ഞാനവും സംരക്ഷിക്കാനും കൈമാറാനും ലക്ഷ്യമിടുന്നു. വൈദിക ഗ്രന്ഥങ്ങളുടെ മതപരവും ദാർശനികവുമായ വശങ്ങൾ മാത്രമല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്താനും നടത്താനും ആവശ്യമായ പ്രായോഗിക കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നു. ഈ അറിവ് യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിലൂടെ വൈദിക വിദ്യാഭ്യാസ സമ്പ്രദായം സാംസ്കാരിക ആചാരങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു. Why were Vedas known as Shrutis? Because Vedic verses, hymns and mantras were to be heard by the student carefully. Then they were to be committed to memory and reproduced verbatim when asked for. The literal meaning of Shruti is that which is heard. വേദപാരമ്പര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: ശ്രുതി, സ്മൃതി. ശ്രുതി എന്ന വാക്ക് ശ്രു എന്ന സംസ്കൃത മൂലത്തിൽ നിന്നാണ് വന്നത്, അതായത് കേൾക്കുക. അങ്ങനെ ശ്രുതിയുടെ അക്ഷരാർത്ഥം കേട്ടത് എന്നാണ്. ശ്രുതി ഹിന്ദുമതത്തിലെ പ്രാഥമികവും ആധികാരികവുമായ ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. ദൈവിക ഉത്ഭവം എന്നത് വിശ്വസിക്കപ്പെടുന്നു. ആഴത്തിലുള്ള ധ്യാനത്തിലൂടെയും ദൈവിക പ്രചോദനത്തിലൂടെയും പുരാതന ഋഷിമാർക്ക് വെളിപ്പെടുത്തി. ഈ ഗ്രന്ഥങ്ങൾ ശാശ്വതമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഗുരുകുലത്തിൽ പരമ്പരാഗത വേദ പാഠശാലകൾ വിദ്യാഭ്യാസ സമയത്ത് വിദ്യാർത്ഥികൾ വേദവാക്യങ്ങളും ശ്ലോകങ്ങളും മന്ത്രങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുകയും ജപിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളിൽ തങ്ങളുടെ ഗുരുക്കന്മാരുടെ പഠിപ്പിക്കലുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും വിശുദ്ധ വാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. വേദഗ്രന്ഥങ്ങളുമായി വാമൊഴി പ്രക്ഷേപണം നൂറ്റാണ്ടുകളായി അവരുടെ സംരക്ഷണവും കൃത്യതയും ഉറപ്പാക്കി. What are the 3 main pillars of Vedic religion? The 3 main pillars of Vedic religion are knowledge, action and devotion. Other religions are also founded on comprehensive knowledge, action and devotion, as no action is possible without true knowledge and devotion. അറിവ്, പ്രവൃത്തി, ഭക്തി. ഈ 3 കാര്യങ്ങൾ വേദവിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നു. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, സമഗ്രമായ അറിവ് നേടുന്നതിന് വൈദിക പാരമ്പര്യം വലിയ പ്രാധാന്യം നൽകുന്നു. വേദങ്ങളിൽ സ്തുതിഗീതങ്ങൾ, ആചാരങ്ങൾ, തത്വചിന്താപരമായ പഠിപ്പിക്കലുകൾ, ധാർമ്മിക തത്വങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ അറിവ് അടങ്ങിയിരിക്കുന്നു. പ്രവർത്തനം, കർമ്മം. ധാർമ്മിക തത്വങ്ങൾക്ക് അനുസൃതമായി ഒരാളുടെ കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കർമ്മം എന്ന ആശയം കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും നിയമം ഊന്നിപ്പറയുന്നു. സമൂഹത്തോടും കുടുംബത്തോടും ദൈവികതയോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നിറവേറ്റുന്നതും നീതിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ദൈവിക വിദ്യാഭ്യാസം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭക്തി. വൈദിക മതത്തിൽ ദൈവവുമായുള്ള ബന്ധപ്പെടുത്തലിനും ആത്മീയ പ്രബുദ്ധത നേടുന്നതിനുമുള്ള ശക്തമായ മാർഗമായി ഭക്തി കണക്കാക്കപ്പെടുന്നു. അതിൽ അഗാധമായ വിശ്വാസം,
ഹൃദയംഗമായ പ്രാർത്ഥനകൾ, ആചാരങ്ങൾ, ആരാധനകൾ എന്നിവ ഉൾപ്പെടുന്നു. ദൈവവുമായുള്ള ഒരു വ്യക്തിബന്ധം വളർത്തിയെടുക്കാനും പരമമായ യാഥാർത്ഥ്യവുമായ ഐക്യവും ഏകത്വവും അനുഭവിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഭക്തിയെ കാണുന്നു. അറിവ്, കർമ്മം, ഭക്തി. നോളജ്, ആക്ഷൻ ആൻഡ് ഡിവോഷൻ തുടങ്ങിയവ വൈദിക മതത്തിന് അടിസ്ഥാനമാണെങ്കിലും അവ അതിന് മാത്രമുള്ളതല്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് പല മതപാരമ്പര്യങ്ങളും ആത്മീയ വളർച്ചയുടെയും പ്രബുദ്ധതയുടെയും അവശ്യവശങ്ങളായി അറിവ് സമ്പാദിക്കുക, നീതിയുള്ള പ്രവർത്തികൾ ചെയ്യുക, ഭക്തി വളർത്തുക എന്നിവയ്ക്ക് പ്രാധാന്യം ഊന്നിപ്പറയുന്നു.